ഇപ്പോൾ മുൻ മന്ത്രി പി.കെ. ജയലക്ഷ്മി നമ്മളോടൊപ്പമുണ്ട്. നിലവിൽ ഈ ഹോസ്റ്റലിൽ ഇത്തരത്തിലൊരു ഇടിമുറി ഉണ്ടെന്ന് പറയുന്നു. ഷട്ടിൽ കോർട്ടിൽ വെച്ചാണ് വിചാരണ നടത്തിയതെന്നൊക്കെ പറയുന്നു. ആ സിദ്ധാർത്ഥൻ എന്ന പയ്യനെ ഇവരെന്താ പറയുക ഇടിമുറിയിലിട്ട് അടിച്ചെന്നും അതുപോലെ തന്നെ ഷട്ടിൽ കോർട്ടിൽ വിവസ്ത്രനാക്കിക്കൊണ്ട് ആ പയ്യനെ അവർ 3 ദിവസം ഒരു ഭക്ഷണമോ ഒരു തുള്ളി വെള്ളം പോലും നീചമായിട്ട് അതിക്രൂരമായിട്ട് SFIയുടെ തെമ്മാടികൾ ഭരണത്തണലിൽ വെച്ച് അവരെ അടിഞ്ഞാടുകയാണ് ക്യാമ്പസുകൾ മുഴുവനും. അത് പിന്നെ ആ കുടുംബത്തിന് നീതി കിട്ടണം, അല്ലാതെ നീതി കിട്ടുന്നവരെ ഞങ്ങളൊക്കെ ഇതിന്റെ സമരമുഖത്തുണ്ടാവും, അതിലൊരു തർക്കവുമില്ല. ആ കുടുംബത്തിന് ആ അച്ഛനമ്മയ്ക്ക് ആ അച്ഛൻ മകനെ നഷ്ടപ്പെട്ടതൊന്നും പകരമല്ല. ഈ ഗവൺമെന്റ് പിന്നെ ക്രിമിനൽസിന്റെ കൂടെയാണ്. ഗവൺമെന്റ് എന്താ പറയാ കുടുംബത്തിന്റെ കൂടെയാണ് നിൽക്കേണ്ടത്. പക്ഷെ ഇവിടുത്തെ SFIയുടെ നേതാക്കളും ഡിവൈഎഫ്ഐയും ഗവൺമെന്റ് അടക്കം പിന്നെ ഇവരുടെ കൂടെ നിന്നുകൊണ്ട് ആ കുടുംബത്തിന് ഒരു നീതി നടപ്പാക്കാൻ മുബഷീർ റിപ്പോർട്ട് ഈ സിദ്ദിഖ് MLA അടക്കമുള്ള